ഹായ് എവരിവൺ, വെൽക്കം ടു കാനല ലേണിംഗ്സ്. ഐ എം ശ്രീധർ. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഇലക്ട്രിക് പവർ, അല്ലെ? ഇലക്ട്രിക് പവർ എന്തായിരുന്നു? ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇലക്ട്രിക് അപ്ലയൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെന്തായിരിക്കും, അല്ലെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഒരു പവർ ഉണ്ടായിരിക്കും, അല്ലേ? അതിനെന്തായാലും ഒരു പവർ ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഒരു ഇലക്ട്രിക് അപ്ലയൻസിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ രണ്ട് രീതിയിൽ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഒന്ന് പറഞ്ഞ എന്താണ്? ദി എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസ് എത്ര എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ ആ ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ പവർ എന്ന് പറയാം. ഓക്കെ അല്ലേ? പവർ എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവർ ഈസ് ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര വർക്ക് അവിടെ ചെയ്തു അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ പവർ നമ്മൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, അതും പവറാണ്. അതുപോലെ എനർജി കൺസ്യൂംഡ് പെർ യൂണിറ്റ് ടൈം, അതിനെ നമുക്ക് എന്ത് പറയാം? പവർ എന്ന് പറയാം. ഓക്കെ അല്ലേ? സോ പവർ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? W/T, അതായത് വർക്ക് ഡൺ ബൈ ടൈം. ഒരു ഡിവൈസിന്റെ കേസിൽ അതിന്റെ പവർ എത്രയാണെന്ന് ചോദിച്ചു. അത് ചെയ്ത വർക്ക് എത്രയാണെന്നും തന്നു, എത്ര സമയമാണ് ആ വർക്ക് ചെയ്തത് എന്നും തന്നു. അങ്ങനെ തന്നിട്ട് നമ്മളോട് പവർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? വർക്ക് ബൈ ടൈം ചെയ്താൽ മതി, അല്ലെ? വർക്ക് ബൈ ടൈം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇലക്ട്രിക് പവറിന്റെ കേസിൽ തന്നെ നമ്മൾ മറ്റ് ചില ഇക്വേഷൻസ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? അതിലടുത്ത ഒന്നാണ് P = I²R. ശരിയല്ലേ? P = I²R. പവർ കാണാൻ ഇക്വേഷൻ തന്നെയാണ്. ഇപ്പൊ ഒരു ഡിവൈസിന്റെ കേസിൽ അതിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് തന്നു, അതുപോലെ തന്നെ ആ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നു. എന്നിട്ട് നമ്മളോട് അതിന്റെ പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി, അല്ലെ? P = I²R എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ എങ്ങനെ ഡിറൈവ് ചെയ്ത് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. സോ നമ്മളിപ്പോൾ ഇക്വേഷൻസ് ഒന്ന് പറയുകയാണ്. P = I²R, അല്ലെ? പവർ കാണാനുള്ള അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, P = V²/R, അല്ലെ? P = V²/R. ഒരു ഡിവൈസിന്റെ കേസിൽ അത് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തന്നു, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് തന്നു, അതുപോലെ തന്നെ ആ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തന്നു. എന്നിട്ട് നമ്മളോട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെ? P = V²/R എന്നുള്ള ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം, അല്ലെ? അതുപോലെ തന്നെ നമുക്കുള്ള അടുത്തൊരു ഇക്വേഷൻ ആണ്, പവർ കാണാനുള്ള അടുത്തൊരു ഇക്വേഷൻ ആണ് P = VI. ശരിയല്ലേ? P = VI. ഇപ്പൊ ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ കേസിൽ അത് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് വർക്ക് ചെയ്യുന്നത്, അതായത് വോൾട്ടേജ് നമുക്കറിയാം, അതുപോലെ തന്നെ അതിലൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പവർ കണ്ടുപിടിക്കാം, അല്ലെ? ആ അപ്ലയൻസിന്റെ പവർ കണ്ടുപിടിക്കാം. P = VI എന്നത്. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ പവർ കാണാൻ വേണ്ടി ഓരോ അപ്ലയൻസിന്റെ കേസിലൊക്കെ അതിന്റെ പവർ കാണുകയാണെങ്കിൽ അത് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ് നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഒന്ന് വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം എന്നുള്ള ഇതിൽ W/T എന്നുള്ളത് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് P = I²R, അല്ലെ? P = I²R. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞു P = V²/R. പിന്നെ ഒന്നോ P = VI. സോ ഇതില് ഏത് ഇക്വേഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നത് നമ്മൾ എങ്ങനെ തീരുമാനിക്കുക? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കണം. ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കണം. അത് വെച്ചിട്ട് വേണം ഇതിൽ ഏത് ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പവർ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ വോൾട്ടേജും കറണ്ടും ആണ് തന്നത് എങ്കിൽ P = VI എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പവർ കണ്ടുപിടിക്കാം. അതുപോലെ വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് തന്നതെങ്കിൽ P = V²R എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പവർ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ P = I²R എന്നുള്ള ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുള്ള കേസിലുള്ള പവർ കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? സോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഏത് ഇക്വേഷനാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ ശരിക്കും നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. ഓക്കെ അല്ലേ? ഇനി ഈ രീതിയിൽ മാത്രമല്ല, ഡയറക്റ്റ് ആയിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതെയും ചോദിക്കാം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷന്റെ കേസിൽ P = I²R എന്നുള്ള ഇക്വേഷന്റെ കേസിൽ ഇപ്പോൾ I-ഉം R-ഉം തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഓക്കെ. ഇനി ഇതിൽ തന്നെ മറ്റു രീതിയിലും ചോദിക്കാം, അതായത് പവറും അതുപോലെ കറണ്ടും തരും, എന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ റെസിസ്റ്റൻസും പവറും തരും, എന്നിട്ട് കറണ്ട് നിന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഇപ്പൊ ഈ ഒരു ഇതൊന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമുക്കതിൽ കറണ്ട് എത്രയാന്നുള്ളതും തന്നു, അതുപോലെ പവർ എത്രയാന്നുള്ളതും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അതിന്റെ റെസിസ്റ്റൻസ് നമ്മളോട് എത്രയാണ് എന്ന് ചോദിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കണ്ടാൽ മതി. ഈ ഇക്വേഷനിൽ നിന്ന് ആറിന്റെ ഇക്വേഷൻ നമ്മളപ്പോൾ ഉണ്ടാക്കുക. P = I²R എന്നല്ലേ? ഇതിന്റെ ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയപ്പോൾ എന്ത് വരും? R = ഈ I² പുറത്തേക്ക് പോന്നു കഴിഞ്ഞാൽ P/I² എന്നാവും, അല്ലെ? P/I² എന്നാവും. സോ ഇതിൽ നിന്ന് നമുക്ക് ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ പവറും കറണ്ടും തന്നിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ ഉണ്ടാക്കാം. അപ്പൊ എപ്പോഴും ഡയറക്റ്റ് പവർ കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞോളണമെന്നില്ല. ഏതെങ്കിലും കുറച്ച് ടേംസ് തന്നിട്ട്
മറ്റൊരു ടേം കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ടേം ഏതാണ്, നമുക്ക് തന്നിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ആ ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഏത് ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക. ഇപ്പൊ നമ്മൾ അടുത്ത ഈ ഒരു ഇക്വേഷന്റെ കേസ് നോക്കുകയാണെങ്കിലും P = V²/R എന്നുള്ള ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിലും എപ്പോഴും നമുക്ക് വിയും ആറും തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ തന്നെ പറഞ്ഞോളന്നില്ല. ഇവിടുന്ന് നമുക്ക് ഇപ്പൊ വിയും തരും, അതുപോലെ പവർ എത്രയാണെന്നും തരും, എന്നിട്ട് ആർ എത്രയാന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് ആർ കണ്ടുപിടിക്കാം അല്ലെ. ഈ ഇക്വേഷൻ നിന്ന് ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി. അത് എന്ത് വരും, R is equal to ഇവിടെയുള്ള ഈ P ഇപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ എന്ത് വരും, R is equal to V²/P എന്ന് വരും അല്ലെ. ഇതിൽ നിന്ന് നമ്മൾ ആറിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി, അതാണ് ചെയ്തത്. ആറിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് P അങ്ങോട്ടും ഉണ്ട്. അപ്പൊ R = V²/P എന്ന് കിട്ടി. അപ്പൊ ഈ രീതിയിലും നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചോളണം എന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ് നോക്കുക, ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നോക്കുക, എന്നിട്ട് ആ കണ്ടുപിടിക്കാൻ പറഞ്ഞ ടേമും തന്നിട്ടുള്ള ടേംസും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഇക്വേഷനിൽ നിന്ന് ഏതാ ടേമാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞ ജൂൾസ് ലോന്റെ എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. H = I²RT ജൂൾസ് നമ്മൾ പറഞ്ഞല്ലോ, ആ കേസിലൊക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞോളണമെന്നില്ല. ഇപ്പൊ നമ്മളാ പറഞ്ഞ H = I²RT എന്നുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിന് എപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐയും അതുപോലെ ആറും ടിയും തന്നിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞോളണമെന്നില്ല. ഇതിൽ നിന്ന് തന്നെ എങ്ങനെയും ചോദിക്കാം. ഇപ്പൊ നമുക്ക് ഹീറ്റും അതുപോലെ കറണ്ടും ടൈമും തരും, എന്നിട്ട് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇക്വേഷനിൽ നിന്ന് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ മതി അല്ലെ. ടീനെയും അതുപോലെ I²നെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് R = എന്നുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ ആ രീതിയിൽ ശ്രദ്ധിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ തന്നിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക, നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കുക. എന്നിട്ട് തന്നിട്ടുള്ള സംഭവവും അതുപോലെ കണ്ടുപിടിക്കേണ്ട ഇത് ഏതാണോ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അതിന് ഏതിന്റെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ അതൊന്ന് ഉണ്ടാക്കുക. ഓക്കെ അല്ലേ. സോ ആ രീതിയിലൂടെ മനസ്സിലാക്കി വെക്കണം. ഇനി ഈ പവറിന്റെ കേസിൽ അതിന്റെ യൂണിറ്റ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് വാട്ട് അല്ലെ. വാട്ട് നമ്മൾ W വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ അല്ലേ, അതാണ് പവറിന്റെ യൂണിറ്റ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞ സംഭവം തന്നെയായിരുന്നു ആംപറേജ്. ശരിയല്ലേ. ആംപറേജ് എന്താണ് ആംപറേജ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആംപറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ് അല്ലെ. വാട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ. അതിനെ തന്നെയാണ് നമ്മൾ ഈ വാട്ടേജ് എന്ന് പറയുന്നത് പവറിനെ തന്നെയാണ്. സോ ഒരു എക്യുപ്മെന്റിന്റെ കേസിൽ അവിടുത്തെ ആംപറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവിടെ നോക്കേണ്ട എന്താന്ന് വെച്ചാൽ ആ എക്യുപ്മെന്റിന്റെ പവർ എത്രയാണ്, അതുപോലെ എത്ര വോൾട്ടേജിലാണ് ആ എക്യുപ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആംപറേജ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ, ആംപറേജ് കണ്ടുപിടിക്കാം. സോ പവറും അതുപോലെ തന്നെ വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നിട്ട് ആംപറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, വാട്ടേജ് ബൈ വോൾട്ടേജ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. സോ ആംപറേജും അതുപോലെ പവറും അല്ലെങ്കിൽ വാട്ടേജും അതുപോലെ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആംപറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ്. ഓക്കെ ആണല്ലോ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ തന്നെ പവറും അറിയാമെങ്കിൽ നമുക്ക് ആംപറേജ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. എന്താണ്, പവർ ബൈ വോൾട്ടേജ് അല്ലെങ്കിൽ വാട്ടേജ് ബൈ വോൾട്ടേജ് കണ്ടാൽ മതി. സോ അതാണ് ആംപറേജ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ അല്ലേ. സോ ഹീറ്റിംഗ് എഫക്ട്സിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ. അതിൽ ജൂൾസ് ലോയുടെ കേസിൽ നമുക്ക് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ പവർ പറഞ്ഞപ്പോൾ ആ കേസിലും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുപോലെ ആംപറേജ് കാണാൻ നമ്മളോട് ചോദിക്കാറുണ്ട്, ആംപറേജ്. സോ എന്താണ് അതിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി, ആംപറേജ് = വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഇലക്ട്രിക് കറണ്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എഫക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആയിരുന്നു അല്ലെ. ഇലക്ട്രിക് കറണ്ട് കാരണം ഉണ്ടാവുന്ന ലൈറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് തന്നെ അതിൽ നമ്മൾ പറഞ്ഞത് ഇൻകാൻഡസന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് അല്ലെ. ഇൻകാൻഡസന്റ് ലാമ്പിന്റെ കേസാണ് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത്. എന്താണ് ഈ ഇൻകാൻഡസന്റ് ലാമ്പ് എന്ന് പറഞ്ഞാൽ, നോർമൽ വോൾട്ടേജിൽ തന്നെ ഫിലമെന്റ് വൈറ്റ് ഹോട്ട് ആയിക്കൊണ്ട് നമുക്ക് ലൈറ്റ് തരുന്ന ആ ഒരു ഡിവൈസ് ആണ് എന്ത്, ഇൻകാൻഡസന്റ് ലാമ്പ് അല്ലെ. നോർമൽ ആയിട്ടുള്ള വോൾട്ടേജിൽ തന്നെ അതിലുള്ള ഫിലമെന്റ് വൈറ്റ് ഹോട്ട് ആവും. അതിലൂടെ കറണ്ട് പാസ്സായാൽ അത് വൈറ്റ് ഹോട്ട് ആവും. എന്തുകൊണ്ടാണ് വൈറ്റ് ഹോട്ട് ആവുന്നത്, ഇവിടെ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ലൈറ്റ് ആണ് അല്ലെ. ലൈറ്റ് ആണ് കിട്ടേണ്ടത്. സോ അത് വൈറ്റ് ഹോട്ട് ആവും, എന്നിട്ട് നമുക്ക് ലൈറ്റ് തരും. ഓക്കെ അല്ലേ, നമുക്ക് ലൈറ്റ് തരും. ഈ ഫിലമെന്റ് ഇൻകാൻഡസന്റ് ലാമ്പിന്റെ കേസിലുള്ള ഈ ഫിലമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെറ്റീരിയൽ ആണ്, ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ മെറ്റലാണ് ഈ ഫിലമെന്റ് എന്ന് പറഞ്ഞത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഫിലമെന്റ് എന്ന് പറയുന്നത് ഒരു ടങ്സ്റ്റൺ മെറ്റലാണ്. എന്താണ് ടങ്സ്റ്റൺ മെറ്റലിനെ യൂസ് ചെയ്യാനുള്ള കാരണം, അതിന് നോർമൽ വോൾട്ടേജിൽ തന്നെ
ഹീറ്റ് ആയിക്കൊണ്ട് വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ തന്നെ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിൽ നിക്രോമിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നിക്രോമിന്റെ കേസിൽ എന്താണ്, അതിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹീറ്റ് ആയിക്കൊണ്ട് റെഡ് ഹോട്ട് ആവുകയാണ് ചെയ്യാം അല്ലെ. റെഡ് ഹോട്ട് ആവുകയാണ് ചെയ്യുക. റെഡ് ഹോട്ട് ആവുക എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ ഹീറ്റ് തരിക എന്നുള്ളതാണ് അവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ടാണ് നിക്രോം യൂസ് ചെയ്ത് അവിടെ റെഡ് ഹോട്ട് ആയത് അല്ലെ. റെഡ് ഹോട്ട് ആവുന്ന നിക്രോം യൂസ് ചെയ്തത്. ഇവിടെ നമുക്ക് ഉള്ള ലക്ഷ്യം എന്താണ്, നമുക്ക് ലൈറ്റ് കിട്ടുക എന്നതാണ്. അതുകൊണ്ടാണ് വൈറ്റ് ഹോട്ട് ആവുന്ന ടങ്സ്റ്റൺ തന്നെ അവിടെ യൂസ് ചെയ്തത്. ഫിലമെന്റ് ആയിട്ട് ടങ്സ്റ്റൺ തന്നെ അവിടെ യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ. സോ ഈ ടങ്സ്റ്റനും നിക്രോമും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ടങ്സ്റ്റന്റെ കേസിൽ അത് വൈറ്റ് ഹോട്ട് ആണ് ആവുന്നത്, നിക്രോമിന്റെ കേസിലോ അതവിടെ റെഡ് ഹോട്ട് ആണ് ആവുന്നത്. കാരണം രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്ന കേസുകൾ എന്ന് പറയുന്നത് ഒന്ന് ഹീറ്റിംഗ് എഫക്റ്റിന്റെ കേസിലും ഒരെണ്ണം ലൈറ്റിംഗ് എഫക്റ്റിന്റെ കേസിലുമാണ് അല്ലേ. സോ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ടങ്സ്റ്റൺ തന്നെ നമ്മളിവിടെ ഈ ഒരു ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടങ്സ്റ്റന്റെ പ്രോപ്പർട്ടീസ്, നിക്രോമിന്റെ പ്രോപ്പർട്ടീസ്, അഡ്വാൻറ്റേജസ് പറഞ്ഞ പോലെ തന്നെ ഈ ടങ്സ്റ്റന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് എന്താണ്, ഹൈ റെസിസ്റ്റിവിറ്റി. അതിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. റെസിസ്റ്റൻസ് വളരെ കൂടുതലായാൽ തന്നെയാണ് അത് എന്താവുള്ളൂ, അത് ചൂടാവുള്ളൂ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റൻസ് കൂടി കഴിഞ്ഞാൽ തന്നെയാണ് അത് ഹീറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് ചൂടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ അതിന്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, അതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഒന്ന് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഒരുപാട് ചൂട് വരെ അതിന് താങ്ങാൻ സാധിക്കും, പെട്ടെന്നൊന്നും അത് ഉരുകി പോവില്ല അല്ലെ. ഇൻകാൻഡസൻ ലാമ്പിൽ അത് ഒരുപാട് ചൂടാവുക തന്നെയാണ് വേണ്ടത്, എങ്കിലും നമുക്ക് അവിടുന്ന് കറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുള്ളൂ, അത് നന്നായിട്ട് വൈറ്റ് ഹോട്ട് ആവുള്ളൂ. ഓക്കെ അല്ലേ. സോ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. പിന്നെ ഒന്ന് ഹൈ ഡക്റ്റിലിറ്റി. അതായത് ഈ ടങ്സ്റ്റൺ നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ആക്കാൻ പറ്റും, അത് പൊട്ടിപ്പോവില്ല. ഹൈ ഡക്റ്റിലിറ്റി, അതാണ് അതിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രോപ്പർട്ടി എന്താണ്, അത് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈറ്റ് ഹോട്ട് കണ്ടീഷനിലേക്ക് അതിന് ലൈറ്റ് എമിറ്റ് ചെയ്തുകൊണ്ട് എത്താനായിട്ട് സാധിക്കും. ഇത് പറഞ്ഞെന്താന്ന് വെച്ചാൽ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ അത് എത്തിക്കഴിഞ്ഞാൽ അത് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. സോ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റ് അതിന് എമിറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു എബിലിറ്റി അതിനുള്ളതുകൊണ്ട് കൂടിയാണ് നമ്മൾ അതിനോട് യൂസ് ചെയ്തത്. ഓക്കെ അല്ലേ. വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് വൈറ്റ് ലൈറ്റ് അത് എമിറ്റ് ചെയ്യും. ഓക്കെ അല്ലേ. വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെയൊരു എബിലിറ്റി ഇവിടെ അതിനുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ടങ്സ്റ്റൺ തന്നെ നമ്മളിവിടെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, കാരണം എന്ന് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ഈ ടങ്സ്റ്റന് ഓക്സിഡേഷൻ കാര്യങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ടങ്സ്റ്റൺ ബൾബിന്റെ ഉള്ളിൽ ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന് ഓക്സിഡേഷനും കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ബൾബ് ഇവാക്വേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ബൾബ് ഇവാക്വേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണ്, അവിടെ റിയാക്ഷൻ ഒന്നും സംഭവിക്കാതിരിക്കാനാണ്, ഓക്സിഡേഷൻ ഒന്നും ആ ടങ്സ്റ്റന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയായാലും ആ ടങ്സ്റ്റൺ, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത ടങ്സ്റ്റൺ ഒരുപാടായിട്ട് ഹീറ്റ് ആയി കഴിഞ്ഞാൽ അത് വേപ്പറൈസേഷൻ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. വേപ്പറൈസേഷൻ, ടങ്സ്റ്റന്റെ കേസിലൂടെ വേപ്പറൈസേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനേർട്ട് ഗ്യാസ്, ലോ പ്രഷറിൽ ഇനേർട്ട് ഗ്യാസ് ആ ബൾബിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആ ബൾബിന്റെ ഉള്ളിൽ ഇനേർട്ട് ഗ്യാസ് ലോ പ്രഷറിൽ ഫില്ല് ചെയ്യാറുണ്ട്. നോർമലി നമ്മൾ ഫില്ല് ചെയ്യാറുള്ള ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്, നൈട്രജൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഫില്ല് ചെയ്യുന്നത്, അവിടെ വേപ്പറൈസേഷൻ, ഇത് ഹീറ്റ് ആവുന്നത് വഴി വേപ്പറൈസേഷൻ ഒന്നും അത് സംഭവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ പോലുള്ള ഇനേർട്ട് ഗ്യാസ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. സോ അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഈ ഇൻകാൻഡസൻ ലാമ്പിന്റെ കേസിൽ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു മേജർ പാർട്ടും അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ഓക്കെ, പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് എനർജി അവിടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻകാൻഡസൻ ലാമ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവാണ്. അത് നമുക്ക് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ പറയാം. ഇൻകാൻഡസൻ ലാമ്പിന്റെ കേസിൽ ഒരുപാട് എനർജി കൊടുക്കുന്ന, ഒരുപാട് ഇലക്ട്രിക്കൽ എനർജി അവിടെ ഹീറ്റായിട്ടാണ് നഷ്ടപ്പെടുന്നുണ്ട്, ബാക്കിയുള്ളതിന് നമുക്ക് ലൈറ്റ് കിട്ടുന്നുള്ളൂ. സോ അത് അതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് തന്നെ നമുക്കവിടെ പറയാം. ഓക്കെ അല്ലേ. സോ അതാണ് ഇൻകാൻഡസൻ ലാമ്പിന്റെ കേസിൽ. പിന്നെ നമ്മൾ പറഞ്ഞ ലൈറ്റിംഗ് എഫക്റ്റിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു ഡിവൈസ് ആയിരുന്നു ഡിസ്ചാർജ് ലാമ്പ് അല്ലെ. ഡിസ്ചാർജ് ലാമ്പ് എന്താണ്? ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ട്യൂബാണ്. എന്താണ് ആ ഗ്ലാസ് ട്യൂബിൽ ഉള്ളത്? 2 ഇലക്ട്രോഡ്സ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സെറ്റപ്പാണ് ഈ ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകാൻഡസൻ ലാമ്പിൽ പറഞ്ഞത് എങ്ങനെയാണ്, ആ ടങ്സ്റ്റൺ വൈറ്റ് ഹോട്ട് ആയിക്കൊണ്ടാണ് അത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് എന്തിന്റെ കേസിൽ?
ഇൻകാൻഡസൻ ലാമ്പിന്റെ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിന്റെ കേസിൽ. ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ എങ്ങനെയാണ് അവിടെ ലൈറ്റ് എമിറ്റ് ആവുന്നത്? ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ അതൊരു ട്യൂബാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ട്യൂബാണ് എന്ന് പറഞ്ഞു. ആ ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസസ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ട്യൂബിന്റെ ഉള്ളിൽ ഗ്യാസസ് ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്യാസസിലൂടെ ഇലക്ട്രിസിറ്റിക്ക് ഡിസ്ചാർജ് സംഭവിച്ചുകൊണ്ടാണ് ഈ ഡിസ്ചാർജ് ലാമ്പ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേര് അങ്ങനെ, ഡിസ്ചാർജ് ലാമ്പ്. എന്താണ് പറഞ്ഞത്? 2 ഇലക്ട്രോഡ്സ് ഉണ്ട് ആ ട്യൂബിന്റെ ഉള്ളിൽ, ഡിസ്ചാർജ് ലാമ്പിന്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്സ് ഉണ്ട്. കൂടാതെ തന്നെ അതിന്റെ ഉള്ളിൽ ചില ഗ്യാസസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഈ ഗ്യാസസിലൂടെ ഇലക്ട്രിസിറ്റിക്ക് ഡിസ്ചാർജ് സംഭവിച്ചുകൊണ്ടാണ് അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അവിടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അത് എങ്ങനെയാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ നമ്മളവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള മോളിക്യൂൾസ്, അതിൽ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ, ആ ഗ്യാസിലുള്ള ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും അല്ലെ. ഈ ഡിസ്ചാർജ് ലാമ്പിൽ നമ്മളവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ ഗ്യാസിന്റെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെ അത് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരികയും ചെയ്യും. ആ എക്സൈറ്റ് ചെയ്ത ഗ്യാസ് മോളിക്യൂൾസ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ വരികയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുമ്പോഴാണ് ലൈറ്റ് അതിൽ നിന്നും എമിറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? ഈ ലാമ്പിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് അവിടെയുള്ള എനർജി ലെവൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് എക്സൈറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, എക്സൈറ്റഡ് ലെവലിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ ഗ്യാസ് മോളിക്യൂൾസിന്റെ കേസിലും ആ എനർജി ലെവൽസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്ന ഗ്യാസിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത്. ഇപ്പൊ ഹൈഡ്രജൻ ആണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ബ്ലൂ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ ഡിസ്ചാർജ് ലാമ്പ് എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത്, ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളർ ആയിരിക്കും. ഇനി ഡിസ്ചാർജ് ലാമ്പിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നിയോൺ ഗ്യാസ് ആണെങ്കിലോ ഓറഞ്ച് റെഡ് കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അതിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് നൈട്രജൻ ഗ്യാസ് ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും ആ ലൈറ്റിന് ഉണ്ടായിരിക്കുക, ഡിസ്ചാർജ് ലാമ്പിൽ നിന്ന് വരുന്ന ലൈറ്റിന് ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ ആ ഡിസ്ചാർജ് ലാമ്പിൽ ഫില്ല് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ക്ലോറിൻ ആണെങ്കിൽ അപ്പോൾ ആ ഡിസ്ചാർജ് ലാമ്പ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. ഓക്കെ, ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ക്ലോറിൻ ആണെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആയിരിക്കും. സോ നമ്മൾ ഏത് ഗ്യാസ് ആണോ ഫില്ല് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും അതിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ കളർ എന്ന് പറയുന്നത്. സോ ഈ കാര്യം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം, ഏത് ഗ്യാസ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഓരോ പർട്ടിക്കുലർ കളർ കിട്ടുന്നതെന്ന്. ഈ 4 ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഓക്കെ അല്ലേ? ഈ ഒരു ഡിസ്ചാർജ് ലാമ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫ്ലൂറസൻ ലാമ്പ്, അതുപോലെ CFL ഒക്കെ പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. ഇനി ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ ഇൻകാൻഡസൻ ലാമ്പിനേക്കാളും ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇൻകാൻഡസൻ ലാമ്പിനേക്കാളും 5 ടൈംസ് കൂടുതലാണ്. ഇൻകാൻഡസൻ ലാമ്പ് എത്ര കാലം നിലനിൽക്കുമോ അതിനേക്കാൾ 5 മടങ്ങ് ടൈം അല്ലെങ്കിൽ അത്രയും കാലം നിലനിൽക്കും ഈ ഡിസ്ചാർജ് ലാമ്പ് നിലനിൽക്കും. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ് ഇൻകാൻഡസൻ ലാമ്പിനേക്കാളും. ഓക്കെ അല്ലേ? അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സേവ് ചെയ്യാൻ സാധിക്കും. ഇൻകാൻഡസൻ ലാമ്പ് ഉപയോഗിക്കുമ്പോഴുള്ളതിനേക്കാളും ഒരുപാട് ഇലക്ട്രിക്കൽ എനർജി ഈ ഡിസ്ചാർജ് ലാമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് അടുത്തൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഒന്ന്, ഷാഡോ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇൻകാൻഡസൻ ലാമ്പിന്റെ കേസിൽ നന്നായിട്ട് നിഴലടിക്കും, ആ ലൈറ്റിന് നന്നായിട്ട് നിഴലടിക്കും. പക്ഷെ ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ അത്തരത്തിലുള്ള ഷാഡോന്റെ പ്രശ്നങ്ങളൊക്കെ കുറവായിരിക്കും. അത് അടുത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇൻകാൻഡസൻ ലാമ്പിനെക്കാട്ടിലും നല്ല രീതിയിൽ എന്തിനു സാധിക്കും? അതിന് ലൈറ്റ് തരാനായിട്ട് സാധിക്കും. ഇൻകാൻഡസൻ ലാമ്പ് തരുന്നേക്കാളിലും കൂടുതലായിട്ടുള്ള ലൈറ്റ് ഏത് നിന്നുണ്ടാവും? ഈ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും ഉണ്ടായിരിക്കും, സെയിം പവറിൽ തന്നെ. ഇപ്പോൾ 2 കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത് സെയിം പവറിലാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇൻകാൻഡസൻ ലാമ്പ് ഉണ്ട്, അതുപോലെ ഒരു ഡിസ്ചാർജ് ലാമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടിന്റെയും പവർ സെയിം ആണെന്ന് വിചാരിക്കുക. പക്ഷെ കൂടുതൽ ലൈറ്റ് തരുന്നത് ആരായിരിക്കും? ഈ ഡിസ്ചാർജ് ലാമ്പ് ആയിരിക്കും.
കൂടുതൽ ലൈറ്റ് തരുന്നത് ഈ ഡിസ്ചാർജ് ലാമ്പ് ആയിരിക്കും. സോ സെയിം പവറിൽ തന്നെ ആണെങ്കിൽ കൂടെ കൂടുതൽ ലൈറ്റ് തരുന്നത് ആരായിരിക്കും? ഡിസ്ചാർജ് ലാമ്പ് ആയിരിക്കും. ഇൻകാൻഡസെന്റ് ലാമ്പിനെക്കാളും കൂടുതൽ ലൈറ്റ് നമുക്ക് കിട്ടുക ഈ ഡിസ്ചാർജ് ലാമ്പിൽ നിന്നായിരിക്കും. ഓക്കെ അല്ലേ? സോ അതും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ അല്ലേ? അത് നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയാം. ഇനി ഈ ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫ്ലൂറസൻ ലാമ്പ്, അതുപോലെ CFL, ഇതെല്ലാം ആണ് ഈ ഡിസ്ചാർജ് ലാമ്പ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇതിലെല്ലാം മെർക്കുറി വേപ്പർ, അതുപോലെ ഫ്ലൂറസൻ മെറ്റീരിയൽസ് എല്ലാം കണ്ടെയ്ൻഡ് ആണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എൻവയോൺമെന്റിന് ഹാംഫുൾ ആണ്. എൻവയോൺമെന്റിന്, പരിസ്ഥിതിക്ക് ഇതൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെർക്കുറി വേപ്പർ, അതുപോലെ തന്നെ ഫ്ലൂറസൻ മെറ്റീരിയൽസ്, ഇതെല്ലാം ഉണ്ട് ഈ ഡിസ്ചാർജ് ലാമ്പ്സിൽ. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമാണ്. എൻവയോൺമെന്റിന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എൻവയോൺമെന്റിന് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഫ്ലൂറസൻ ലാമ്പ്, CFL, അതായത് ഡിസ്ചാർജ് ലാമ്പ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ അത് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പറയാം. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ കേസിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ ഒരു മേജർ പാർട്ടോടെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അത് അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഡിസ്ചാർജ് ലാമ്പിന്റെ കേസിൽ നമുക്ക് ഇതും പറയാം. ഓക്കെ അല്ലേ? എൻവയോൺമെന്റിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? സോ 2 ലാമ്പുകൾ. പിന്നെ ഒരു ലാമ്പ് അല്ലെങ്കിൽ അടുത്തൊരു ബൾബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ് അല്ലേ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്, അതായത് LED അല്ലേ? LED. ഓക്കെ അല്ലേ? LED നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു ബൾബാണ്. എന്താണ് ഈ LEDന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസ്ചാർജ് ലാമ്പിനേക്കാളും അതുപോലെ ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാളും ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ LEDയുടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്? ഇറ്റ് ഗീവ്സ് ഔട്ട് മോർ ലൈറ്റ്. മറ്റുള്ള എല്ലാ ലാമ്പ്സിനേക്കാളും കൂടുതൽ ലൈറ്റ് നമുക്ക് ഏതെന്ന് കിട്ടും? ഈ LED കിട്ടും. ഇനി അതിന്റെ പവർ എന്ന് പറയുന്നതോ വളരെ കുറച്ചാണ്. വളരെ കുറവ് പവറിൽ തന്നെ വളരെ കൂടുതൽ ലൈറ്റ് ആര് തരും? ഈ LEDs നമുക്ക് തരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഈ LEDന്റെ കേസിൽ അവിടെ ഫിലമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പോലെ ഫിലമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് ഹീറ്റിന്റെ ഫോമിൽ എനർജി നഷ്ടപ്പെടുന്ന പ്രശ്നമൊന്നും ഈ LEDന്റെ കേസിൽ ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഡിസ്ചാർജ് ലാമ്പിലുള്ള പോലെ മെർക്കുറിയോ കാര്യങ്ങളോ ഒന്നും, എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന മെർക്കുറിയോ കാര്യങ്ങളോ ഒന്നും LED ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എൻവയോൺമെന്റിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല LED. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. എനർജി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ഹൈലി എനർജി എഫിഷ്യൻ്റ് ആണ് ഈ LED എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഇലക്ട്രിക്കൽ എനർജി കൊടുത്തോ അതിനനുസരിച്ച് തന്നെ നമുക്ക് അവിടെ ലൈറ്റ് എനർജി കിട്ടും. ഒന്നും അവിടെ നഷ്ടപ്പെട്ടു പോകണമെന്നില്ല. അതിനനുസരിച്ച് തന്നെ നമുക്കവിടെ ലൈറ്റ് എനർജി കിട്ടും. സോ അതിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഒന്ന് എന്താണ്? ഇറ്റ് ഹാസ് ഹൈ ലോങ്ങിവിറ്റി. ഒരുപാട് കാലം LED ബൾബ് നിലനിൽക്കും. ഇതെല്ലാം LEDയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഒരുപാട് കാലം മറ്റുള്ള ലാമ്പ്സിനെക്കാട്ടിലും LED ബൾബ് നിലനിൽക്കും. പിന്നെ അടുത്തൊന്ന് എന്താണ്? ഇറ്റ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഈസ് ലെസ്. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് ഉണ്ടാക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതെല്ലാം അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഈ LEDക്ക് മെയിനായിട്ട് അഡ്വാൻറ്റേജസ് തന്നെ ഉള്ളൂ. ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞ LED ബൾബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ പാർട്സ് ആണ്. ഓക്കെ, LED ബൾബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ബേസ് യൂണിറ്റ്. എന്താണ് ഈ ബേസ് യൂണിറ്റ്? മെറ്റാലിക് പാർട്ട്. എങ്ങനെ? ബൾബിനെ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ആ മെറ്റാലിക് പാർട്ടാണ് ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, ബൾബിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ട് ആ മെറ്റാലിക് പാർട്ട്. ഇതാ ഈ കാണുന്ന ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ മെറ്റാലിക് പാർട്ട്, ഇതാണ് അതിൻ്റെ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ഫസ്റ്റ് പാർട്ട്, LED ബൾബിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഹീറ്റ് സിങ്ക്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ പാർട്ടാണ് ഹീറ്റ് സിങ്ക്. എന്താണ് ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞാൽ? ബേസ് യൂണിറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത്? ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഏതാണ് ആ ഹീറ്റ് സിങ്ക്? ഈ ഫിഗറിൽ ഏതാണ് ആ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്? ഈ കാണുന്നതാണ് ഹീറ്റ് സിങ്ക്. ബേസ് യൂണിറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പാർട്ടാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് LED ബൾബിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് ബേസ് പ്ലേറ്റ്. ഏതാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്? ബേസ് പ്ലേറ്റ് ഈ കാണുന്നതാണ് ബേസ് പ്ലേറ്റ്. ഇതിന് മുകളിലാണ് നമ്മൾ LEDs ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ബോർഡ്
വെച്ച് ഫിക്സ് ചെയ്യുന്നത്. LEDs ഉള്ള ഈ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഈ ബേസ് പ്ലേറ്റിന്റെ മുകളിലാണ്. ഓക്കെ അല്ലേ? സോ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള LED ബൾബിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഈ ബേസ് പ്ലേറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ബാക്ക് കണ്ടക്ടർ സ്ക്രൂ. ഈ ബാക്ക് കണ്ടക്ടർ സ്ക്രൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? LED ഡ്രൈവിൽ നിന്നുള്ള വയേഴ്സ് ബേസ് യൂണിറ്റുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്, ഈ ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. LED ഡ്രൈവിൽ നിന്നുള്ള വയേഴ്സ് ബേസ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ. നോക്കൂ, അപ്പോൾ എവിടെയായിരിക്കും? ഇവിടെയൊക്കെ ആയിരിക്കും സ്ക്രൂ ഉണ്ടാവുക. ഈ ബേസ് യൂണിറ്റുമായിട്ട് ഈ LED ഡ്രൈവിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുപയോഗിക്കുന്നത്? നമ്മൾ പറഞ്ഞ ആ ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ബാക്ക് കണ്ടക്ടർ സ്ക്രൂസ് ഉപയോഗിക്കുന്നത്. സോ അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടാണ് നമ്മൾ പറഞ്ഞ പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവ്. പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവ് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? AC-യെ DC ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് സപ്ലൈ ചെയ്യുക എന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? ഈ LED ഡ്രൈവിന് അല്ലെങ്കിൽ പവർ സപ്ലൈ ബോർഡിനുള്ളത്. ഓക്കെ അല്ലേ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏതാണ് ആ പവർ സപ്ലൈ ബോർഡ്? ഈ കാണുന്നതാണ് ആ പവർ സപ്ലൈ ബോർഡ്. ഓക്കെ ആണല്ലോ? ഇനി നെക്സ്റ്റ് പാർട്ട്, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ്. എന്താണ് LED ചിപ്പ് ബോർഡ്? LEDs ചെറിയ ആ LEDs ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ബോർഡിന്റെ മുകളിലാണ്. ഈ LED ചിപ്പ് ബോർഡിന്റെ മുകളിലാണ്. LED ചിപ്പ് ബോർഡിൽ 2 പൊളാരിറ്റീസും ഉണ്ടായിരിക്കും, അതായത് പോസിറ്റീവ് പൊളാരിറ്റിയും നെഗറ്റീവ് പൊളാരിറ്റിയും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും LED ചിപ്പ് ബോർഡിന്റെ മുകളിൽ. ഓക്കെ അല്ലേ? LED ചിപ്പ് ബോർഡിന്റെ മുകളിൽ. സോ ഈ ഫിഗറിൽ ഏതാണ് LED ചിപ്പ് ബോർഡ്? ഇവിടെ ഈ ചെറിയ LEDs ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ബോർഡിനെയാണ് നമ്മൾ LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത്. ഈ LED ചിപ്പ് ബോർഡിൽ 2 പൊളാരിറ്റീസും മാർക്ക് ചെയ്തിട്ടുണ്ടാവും, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് പൊളാരിറ്റീസും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സോ LED ചിപ്പ് ബോർഡാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഡിഫ്യൂസർ കപ്പ്. ഓക്കെ, ഡിഫ്യൂസർ കപ്പ് ഏതാണ്? ഡിഫ്യൂസർ കപ്പ് ലാസ്റ്റ് ലൈറ്റ് പുറത്തേക്ക് വരുന്ന ഈ കാണുന്നത് ഇതാണ് ഡിഫ്യൂസർ കപ്പ്. ലൈറ്റ് പുറത്തേക്ക് വരുന്നത് ഈ ഡിഫ്യൂസർ കപ്പിലൂടെയാണ്. പിന്നെ ഓക്കെ ആണല്ലോ? സോ ഇതാണ് ഡിഫ്യൂസർ കപ്പ്. ഇത്രയുമാണ് LED ബൾബിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? LED ബൾബിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഒരു LED ബൾബ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ടൂൾസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ടൂൾസ്? ഇൻസുലേഷൻ ടാപ്പ്, പ്ലേയേഴ്സ്, അതുപോലെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രിപ്പർ, സോൾഡറിങ് അയൺ, സോൾഡറിങ് ലെഡ്, സോൾഡറിങ് വാക്സ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കൊരു LED ബൾബിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി എങ്ങനെയാണ് LED ബൾബ് കൺസ്ട്രക്ട് ചെയ്യാന്ന് നോക്കാം. ഓരോ പാർട്സ് ആയിട്ടുള്ള ഫിഗർ നമുക്ക് ഇവിടെ ഉണ്ട്. ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബേസ് യൂണിറ്റുമായിട്ട് ഈ ഹീറ്റ് സിങ്കിനെ കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ഹീറ്റ് സിങ്ക് ഈ ബേസ് യൂണിറ്റിലേക്ക് ഇവിടെ ശരിക്കും കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? പഞ്ച് ചെയ്ത് വയ്ക്കുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ഈ LEDയുടെ ഈ ബോർഡ്, ഏത്? പവർ സപ്ലൈ ബോർഡ്. നമ്മൾ പറഞ്ഞില്ലേ പവർ സപ്ലൈ ബോർഡ് അല്ലെങ്കിൽ LED ഡ്രൈവ് എന്ന് പറഞ്ഞില്ലേ, ഏതാണത്? ഈ കാണുന്നത്. സോ ഈ LED ഡ്രൈവ് അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ ബോർഡ് നമ്മൾ ശരിക്ക് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യാം. ഇതുപോലെ ശരിക്ക് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ LED ഡ്രൈവിൽ അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ ബോർഡിൽ എന്തൊക്കെ ഉണ്ട്? റെസിസ്റ്റേഴ്സ് ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ സേഫായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ കവർ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അതിനെ കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ LED ഡ്രൈവിന് അല്ലെങ്കിൽ ഈ പവർ സപ്ലൈ ബോർഡിന് ഇൻപുട്ട് വയേഴ്സും ഉണ്ട്, ഔട്ട്പുട്ട് വയേഴ്സും ഉണ്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ ഇൻപുട്ട് വയേഴ്സ്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ഈ റെഡും ബ്ലാക്കുമായിട്ടുള്ള ഈ 2 എണ്ണമാണ് അതിൻ്റെ ഔട്ട്പുട്ട് വയേഴ്സ്. സോ ഇൻപുട്ട് വയേഴ്സും ഔട്ട്പുട്ട് വയേഴ്സും പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഇതിനെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് കവർ ചെയ്യാൻ. ഇൻപുട്ട് വയേഴ്സും ഔട്ട്പുട്ട് വയേഴ്സും പുറത്തേക്ക് തന്നെ നിൽക്കണം. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ഇൻപുട്ട് വയേഴ്സ് ഇത് രണ്ടും നമ്മൾ ഹീറ്റ് സിങ്കിൻ്റെ ഉള്ളിലൂടെ നേരെ എങ്ങോട്ട് കണക്ട് ചെയ്യുക? ഇവിടെയുള്ള ബാക്ക് കണ്ടക്ടർ സ്ക്രൂസിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ബാക്ക് കണ്ടക്ടർ സ്ക്രൂസിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് ഇൻപുട്ട് വയേഴ്സ് അല്ലേ? ഇവിടെ നിന്നല്ല നമുക്ക് ഇൻപുട്ട് വരുന്നത്. സോ ഹോൾഡറിൽ നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ ഇൻപുട്ട് വരുന്നത്. സോ ഈ ബാക്ക് കണ്ടക്ടർ സ്ക്രൂസിലേക്ക് എന്ത് ചെയ്യുക? ഈ ഇൻപുട്ട് വയേഴ്സ് കണക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ഔട്ട്പുട്ട് വയേഴ്സ് ആയിട്ടുള്ള ഈ റെഡ് വയറും ബ്ലാക്ക് വയറും എന്താണ് ചെയ്യേണ്ടത്? ഈ റെഡ് വയർ നമ്മൾ ഈ LED ചിപ്പ് ബോർഡിലുള്ള
ഇതല്ല നമ്മുടെ LED ചിപ്പ് ബോർഡ്. ഈ LED ചിപ്പ് ബോർഡിൽ നെഗറ്റീവും അതുപോലെ പോസിറ്റീവും പോളാരിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. സോ ഇവിടെ ഈ പവർ സപ്ലൈ ബോർഡിലെ റെഡ് വയർ എന്ത് ചെയ്യുക, ഈ LED ചിപ്പിലെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അതുപോലെ ഇതിലെ ബ്ലാക്ക് വയർ ഈ LED ചിപ്പ് ബോർഡിലെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഈ പവർ സപ്ലൈ ബോർഡിലെ ഔട്ട്പുട്ട് വയേഴ്സിലെ റെഡ് വയർ പോസിറ്റീവ് ടെർമിനലിലേക്ക്, ഓക്കെ, ഈ LED ചിപ്പ് ബോർഡിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക്, അതുപോലെ ഈ ബ്ലാക്ക് വയർ ഇതിന്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ത് ചെയ്യുക, ഈ LED ചിപ്പ് ബോർഡിന്റെ ബാക്കിലായിട്ട് ശരിക്കും അപ്ലൈ ചെയ്തുകൊണ്ട് ഈ LED ചിപ്പ് ബോർഡിനെ എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ ഈ മെറ്റാലിക് ഈ പ്ലേറ്റിന്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ബേസ് പ്ലേറ്റിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? LED ചിപ്പ് ബോർഡിന്റെ ബാക്കിലായിട്ട് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് അപ്ലൈ ചെയ്തുകൊണ്ട് അതിനിവിടെ ഫിക്സ് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ബേസ് പ്ലേറ്റിന്റെ മുകളിൽ ഫിക്സ് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അതിന്റെ മുകളിൽ ശരിക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഡിഫ്യൂസർ കപ്പ് വെച്ച് ഇതിനെല്ലാത്തിനെയും ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇത് ക്ലോസ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും പാർട്സുകൾ നമുക്കുണ്ട്. ഈ പാർട്സിനെ എല്ലാം എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് കണക്ട് ചെയ്യേണ്ടത് എന്നതാണ് ഇപ്പോൾ പറഞ്ഞത്, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ ആണല്ലോ? സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ LED ബൾബിൻ്റെ റിപ്പയർ എങ്ങനെയാണെന്നാണ്. സോ അതിനായിട്ട് ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ആവശ്യമായിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ്? സോൾഡറിങ് അയൺ വേണം, അതുപോലെ സ്ക്രൂ ഡ്രൈവർ വേണം, ടെസ്റ്റർ വേണം, മൾട്ടിമീറ്റർ വേണം, LED ചിപ്പ് വേണം, അതുപോലെ ട്വീസർ വേണം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് റിപ്പയറിനായിട്ട്. ഇനി എങ്ങനെയാണ് നമ്മളൊരു LED ബൾബ് റിപ്പയർ ചെയ്യേണ്ടത്? ഇവിടെ ഈ LED ബൾബ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, ആ LED ചിപ്പ് ബോർഡിന്റെ മുകളിൽ ഒരുപാട് LEDs ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് LEDs ഉണ്ട് LED ചിപ്പ് ബോർഡിന്റെ മുകളിൽ. ഓക്കെ ആണല്ലോ? സോ ഈ LEDs എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് LED ചിപ്പ് ബോർഡിന്റെ മുകളിൽ LEDs എല്ലാം വെച്ചിട്ട് ഈ LEDs എല്ലാം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് കണക്ഷനിലാണ് അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു LEDക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു LEDയും പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഒരു LEDയും പിന്നെ വർക്ക് ചെയ്യില്ല. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു LEDക്ക് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള LEDs ഒന്നും എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് ബൾബ് കത്താതിരിക്കാം. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ നമ്മൾ പറഞ്ഞ പവർ സപ്ലൈ ബോർഡിൽ റെക്ടിഫയർ ഉണ്ട്, അതുപോലെ റെസിസ്റ്റർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഡാമേജ് സംഭവിച്ചാലും LED ബൾബ് കത്തില്ല. ഓക്കെ അല്ലേ? LED ബൾബ് കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു LED ബൾബ് ഫങ്ഷനിങ് അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആ LED ബൾബ് എടുക്കുക, ഡിഫ്യൂസർ കപ്പ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഓരോ പാർട്സും നമ്മൾ പറഞ്ഞ കപ്പാസിറ്റർ, റെസിസ്റ്റർ, റെക്ടിഫയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ LEDs, ഇതെല്ലാം ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഏതിനാണ് കംപ്ലൈൻറ്റ് എന്ന് ചെക്ക് ചെയ്തിട്ട് അത് മാത്രം അവിടുന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ അല്ലേ? അത് മാത്രം അവിടുന്ന് റീപ്ലേസ് ചെയ്യാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഏത് പാർട്ടിനാണ് കംപ്ലൈൻറ്റ് എന്ന്. ഇപ്പോൾ റെക്ടിഫയറിനാണ് കംപ്ലൈൻറ്റ് എങ്കിൽ റെക്ടിഫയർ റീപ്ലേസ് ചെയ്യാം. ഇനി മറിച്ച് കപ്പാസിറ്ററിനാണ് കംപ്ലൈൻറ്റ് എങ്കിൽ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യാം. സോ ഏത് പാർട്ടിനാണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കിയിട്ട് അത് മാത്രം റീപ്ലേസ് ചെയ്യാം. മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോക്കാവുന്നതാണ് ഏതിനാണ് കംപ്ലൈൻറ്റ് എന്ന്. ഓക്കെ ആണല്ലോ? സോ ആ രീതിയിലാണ് നമ്മുടെ ഒരു LED ബൾബ് റിപ്പയർ ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്പോസൽ ഓഫ് LED ബൾബ്സ് ആണ്. ഒരു LED ബൾബ് നമ്മൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കേടുവന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് അത് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു LED ബൾബിൻ്റെ കേസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു, നമ്മളതിൻ്റെ പാർട്സ് നോക്കി. അപ്പോൾ LED ബൾബിൻ്റെ കേസിൽ അതിന് പ്ലാസ്റ്റിക് പാർട്സ് അതിലുണ്ട്, ഇലക്ട്രോണിക് പാർട്സ് ഉണ്ട്, മെറ്റൽ കമ്പോണൻസും ഉണ്ട്, ശരിയല്ലേ? മെറ്റൽ പാർട്ടും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത്, LED ബൾബ് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ട് വേറെ, അതുപോലെ മെറ്റാലിക് പാർട്ട് വേറെ, ഇലക്ട്രോണിക് പാർട്ട് വേറെ എന്ന് തന്നെ ആക്കി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഓരോന്നും ഏത് രീതിയിലാണോ ഡിസ്പോസ് ചെയ്യേണ്ടത് ആ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. എല്ലാതും കൂടെ ഒപ്പം കൂടെ വലിച്ചെറിയല്ല. ഇലക്ട്രോണിക് പാർട്സ് അത് ഡിസ്പോസ് ചെയ്യേണ്ട രീതിയിൽ, മെറ്റാലിക് പാർട്സ് അത് ഡിസ്പോസ് ചെയ്യേണ്ട രീതിയിൽ, അതുപോലെ
പ്ലാസ്റ്റിക് പാർട്സ് അത് ഡിസ്പോസ് ചെയ്യേണ്ട രീതിയിൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രോബ്ലം സെഷൻ വരുന്നതിൽ ഇപ്പോൾ നമ്മൾ ജൂൾസ് ലോ പറഞ്ഞ അതുപോലെ പവറിൻ്റെ കേസ് പ്രോബ്ലംസ് ചോദിക്കുന്ന ഈ രീതിയിലൊക്കെ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ് എന്ന് പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നത് എന്ന് നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്യണം ഏത് ഇക്വേഷനാണ് നമുക്ക് വേണ്ടതെന്ന്. സോ അതിനായിട്ട് ഇക്വേഷൻസ് എല്ലാം ശരിക്കും തന്നെ പഠിക്കണം. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുവിധ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വയ്ക്കുക.